രാജകുമാരി ഖജനാപ്പാറ വെള്ളിവിളുന്താൻ ജയരാജൻ എസ്റ്റേറ്റിൽ വീണ്ടും സംഘർഷം. എസ്റ്റേറ്റിന് മുമ്പിൽ സമരം നടത്തുന്ന HRTT CITU നേതാക്കൾ തന്നെ മർദ്ദിച്ചതായി തോട്ടം ഉടമ. അതേസമയം ഉടമ ജയരാജനും സഹായിയും എത്തി തൊഴിലാളികളുടെ താൽക്കാലിക സമരപ്പന്തൽ പൊളിച്ചുമാറ്റുകയും തൊഴിലാളികളെ മർദ്ദിക്കുകയും ചെയ്തതായി HRTT യൂണിയൻ നേതാക്കളും ആരോപിച്ചു. എസ്റ്റേറ്റിന് മുമ്പിൽ ആരംഭിച്ച തൊഴിലാളി സമരം 27 ദിവസം പിന്നിട്ടു. ഇന്ന് രാവിലെ ഖജനാപ്പാറ വെള്ളിവിളുന്താൻ ജയരാജൻ എസ്റ്റേറ്റിൽ നടന്ന സംഘർഷത്തിൽ വിശദീകരണവുമായി HRTT യൂണിയൻ രംഗത്ത് വന്നു. ജനാധിപത്യപരമായി സമരം നടത്തിവന്ന തൊഴിലാളികളുടെ താൽക്കാലിക സമരപ്പന്തൽ തോട്ടം ഉടമയും സഹായിയും എത്തി പൊളിച്ചുമാറ്റി തൊഴിലാളികളെ മർദ്ദിച്ചുവെന്നാണ് HRTT യൂണിയന്റെ ആരോപണം. ഈ തോട്ട ഉടമ രാജനും അയാളുടെ സൂപ്രണ്ട് അനിലും പിന്നെ പേരറിയത്തില്ലാത്ത ഒരു 10-15 വരുന്ന ഹിന്ദി തൊഴിലാളികൾ അവരെ വെച്ചാണെങ്കിൽ എന്നും തോട്ടത്തിൽ കയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്, കൊടുത്തിപ്പെട്ടവരാണ് അവരെല്ലാം കൂടി ഈ തോട്ടത്തിൽ നിന്ന് വടിയും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയും ഈ തൊഴിലാളികളെ ഇവിടെ റെസ്റ്റ് ചെയ്തിരുന്ന തൊഴിലാളികളെ വലിയ തോതിൽ ആക്രമിക്കുകയാണ് ചെയ്തത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് തോട്ടമുടമ പറയുന്നത് CITU നേതാക്കളെത്തി തന്നെയും സഹായി അനിലിനെയും മാരക ആയുധങ്ങളുമായി എത്തി ആക്രമിച്ചു എന്നാണ്. മുരുകൻ, രാജാറാം, ഇളങ്കോവൻ അവരെല്ലാവരും കൂടി വന്ന് എന്നെ അടിച്ച് തലമുണ്ടയ്ക്കെല്ലാം അടിച്ച് കമ്പിപ്പാര വെച്ചാണ് അടിച്ചത്. പിന്നെ വാളുകൾ എല്ലാവരുടെ കയ്യിലും മരകായുധം ഉണ്ടായിരുന്നു. ഈ പിടിച്ചു വെച്ചിരുന്ന ആളുകളെ എൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ആദ്യം അടിച്ചു. എന്നിട്ട് എൻ്റെ ദേഹമാസനം അടിച്ച് പിടിച്ചിട്ട് എന്നെ നിലത്തിട്ട് അടിച്ച് എല്ലാവരും കൂടി ചേർന്ന് മാരകായുധം വെച്ച് അടിച്ച് കിടത്തി കളഞ്ഞു. പിന്നീട് എനിക്ക് ഓർമ്മയില്ലേ. രാജകുമാരി ആശുപത്രിയിൽ എത്തിച്ചു. ജയരാജൻ എസ്റ്റേറ്റിൽ വർഷങ്ങളായി തന്നെ തർക്കങ്ങൾ നിലനിൽക്കുന്നതാണ്. തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്നുവെന്നാണ് CITU ആരോപിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിക്കൊണ്ടാണ് തോട്ടമുടമ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച തോട്ടത്തിലെ പണികൾ നടത്തുന്നത്. അതേസമയം എസ്റ്റേറ്റിന് മുന്നിൽ സമരം ആരംഭിച്ച 27 ദിവസം പിന്നിട്ട ഇന്ന് ഇത് 3ാം വട്ടമാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ജോലി ചെയ്യുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ മുഖംമൂടി ധരിച്ചെത്തി ചിലർ ആക്രമിച്ചതായി കാട്ടി ജയരാജൻ രാജാക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഒരു നടപടികളും നാളിതുവരെ ഉണ്ടായിട്ടുമില്ല. തൽസ്ഥിതി തുടരുമ്പോഴാണ് ഇന്ന് ജയരാജന് മർദ്ദനം ഏറ്റത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും തിരുവനന്തപുരം സ്വദേശിയുമായ ജയരാജൻ 2017-18 കാലയളവിലാണ് തോട്ടം വാങ്ങുന്നത്. അന്നു മുതൽ തന്നെ CITU പ്രാദേശിക നേതാക്കളുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും നിരവധിയായ സമരങ്ങളും സംഘർഷങ്ങളും നടന്ന സംഭവത്തിൽ CITU CPM പ്രവർത്തകർക്കെതിരെ നിലവിൽ കേസുകളും നിലനിൽക്കുന്നു. ഇടുക്കി വിഷൻ രാജകുമാരി.